ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ ലെഗ് പപ്സാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, അതേപോലെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ ഇത്. അപ്പോൾ ഇതാ ചിക്കൻ്റെ 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, ഇതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കട്ടെ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. ഈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഫ്രൈ ചെയ്തിട്ടുണ്ടെന്ന് കുറച്ചെടുത്തിട്ട് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ. ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കട്ടെ. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ മാറ്റി വെക്കട്ടെ. ഇതേപോലെ പഫ് ഷീറ്റ് എടുക്കുക. ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കട്ടെ. ഇതിൻ്റെ മേലെ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മറ്റുള്ള പഫ്സിനെക്കാട്ടും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഒന്ന് മടക്കിയെടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ എയർ ഫ്രൈയിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുറച്ചൊരു മുട്ട ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കട്ടോ. അപ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പപ്സ് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.